ചെയ്യും, അത് കച്ചവടക്കാരെ ഇല്ലാതാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് നോക്കി അതെല്ലാം ഹൈക്കോടതി ഉത്തരവ്, സുപ്രീം കോടതി ഉത്തരവ്, അതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. ഒരു ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യത്തിലാണ് അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. രണ്ട് കാര്യത്തിൽ. ഏതാണെന്ന് വെച്ചാൽ, ഒന്നാമതായി നമുക്കൊക്കെ മരണം എന്ന് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എപ്പോ നമ്മളെ മരണം കൊണ്ടുപോകും അത് നമുക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥർ വ്യാപാരിയെ എങ്ങനെ പീഡിപ്പിക്കുമെന്ന് നമുക്കറിയില്ല എന്ന് ഹൈക്കോടതി ജഡ്ജി അദ്ദേഹത്തിന്റെ വിധിന്യായത്തിൽ എഴുതി ചേർത്തപ്പോൾ അദ്ദേഹത്തിന് അറിയാം, വളരെ കൃത്യമായി തന്നെ അറിയാം, അനിശ്ചിതത്തിലാകുന്നത് ഒരു ജീവിതമാണ് വഴിമുട്ടുന്നത്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടാവുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് വ്യാപാരിയിലെ വലിച്ചഴച്ചാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വ്യാപാരികളെ വഴിയാധാരമാക്കിയാൽ കേരളത്തിൽ ഒരു ഗവൺമെന്റിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ വഴി നടക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്നുണ്ടോ? കാരണം ശക്തമായ ഒരു താക്കീതാണ് ഇന്ന് നമ്മൾ നൽകുന്ന ഈ സമരപ്രഖ്യാപന കൺവെൻഷൻ. നമുക്ക് നേടിയെടുക്കാനായി ഒട്ടനവധി കാര്യങ്ങൾ നാം നിരത്തുന്നു. ആ കാര്യങ്ങളിലെല്ലാം നമുക്ക് നമ്മുടേതായ നിഗമനങ്ങളുണ്ട്. ഈ മലഞ്ചരക്ക് വ്യാപാര മേഖലയിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്കറിയാം, റബ്ബറിനും അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്, വ്യാപാരം നിലനിർത്താനാണ്, ഞങ്ങളുടെ നിലനിൽപ്പിനെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിനെ, ഞങ്ങളുടെ മക്കളുടെ നിലനിൽപ്പിനെ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് എന്നുള്ള വലിയ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരത്തിൽ ആദ്യാവസാനം പങ്കെടുത്തുകൊണ്ട് ഇന്ന് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സമരപ്രഖ്യാപന കൺവെൻഷന്റെ ഏറ്റവും കാതലായ ഭാഗം സമരമാർഗങ്ങൾ ഇവിടെ ഉച്ചരിക്കുമ്പോൾ അത് ഈ കഴിയുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇത്രയും നല്ലൊരു യോഗത്തിൽ അധ്യക്ഷത വഹിക്കുവാനുള്ള ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് വ്യാപാർ. സംഘടനയുടെ ജനറൽ സെക്രട്ടറി, ഈ മഹാകൺവെൻഷന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ ജോബി വി ചുങ്കൽ, ബഹുമാന്യരായ വ്യാപാരി സഹോദരരെ സഹോദരിമാർ, കണ്ടില്ല എന്നാണ് അങ്ങ് ഭരണസ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർ അത് കണ്ടില്ല എന്ന് ഇതിന്റെ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കുമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ഞങ്ങളുടെ ജീവിത പ്രശ്നമായ ഞങ്ങളുടെ തൊഴിൽ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന വാടക കുടിയ നിയമം, ആ നിയമം ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയില്ലെങ്കിൽ, ഈ ഗവൺമെന്റ് അത് ഓർഡിനൻസിലൂടെ പുറപ്പെടുവിച്ചില്ലെങ്കിൽ, ഞാൻ പറയുന്നു 5-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുന്ന നാൾ കേരളത്തിലെ വ്യാപാരികൾ കറുത്ത ബാഡ്ജ് കുത്തിക്കൊണ്ട് കരിദിനമായി ആചരിച്ചുകൊണ്ടായിരിക്കും ഈ കേരളത്തിലെ ജനസമൂഹത്തെ നേരിടുന്നത്. തീർച്ചയായും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. മരിക്കണമോ ജീവിക്കണമോ എന്നതാണ് നമ്മുടെ ലക്ഷ്യം. മരിക്കണമെങ്കിൽ സമരം എങ്കിൽ സമരം, ചർച്ചയെങ്കിൽ അതുമാകാം. കഴിഞ്ഞ കുറെ നാളുകളായി അധികാരത്തിലിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഇവിടെ പ്രസ്താവിച്ച പോലെ ഞങ്ങളെല്ലാം പോയി ചർച്ചകളിലൂടെ രേഖാപരമായി ഉണ്ടാക്കിയ നയരേഖയുടെ കോപ്പികൾ കഴിഞ്ഞ ഇവിടെ പത്രസമ്മേളനത്തിൽ വെച്ച് നൽകിയിട്ടുണ്ടായി. അതിൽ ഒപ്പിട്ട കഴിഞ്ഞ 4.25 വർഷവും സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്തുവാൻ നേതൃത്വം നൽകിയ സമര നായകൻ
കേരളത്തിലെ രാപകലില്ലാതെ സമയക്ലിപ്തതയില്ലാതെ സ്വന്തം ഉപജീവനത്തിനായി അധ്വാനിക്കുന്ന കച്ചവട തൊഴിലിലേർപ്പെട്ടിരിക്കുന്ന അനേകായിരങ്ങളുടെ പ്രതീകം ശ്രീ ടി നസ്രുദ്ദീൻ. എന്താ കാര്യം? നമ്മൾ കണക്കെഴുതി, കണക്ക് പിള്ളേരുത്തി കണക്കെഴുതി എല്ലാ മാസവും 15-ാം തീയതി, 20-ാം തീയതി, 25-ാം തീയതി ഈ 3 ദിവസങ്ങളിൽ 15-ാം തീയതി ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്നവർ, 20-ാം തീയതി അതിൽ കുറച്ച് 5 ലക്ഷത്തിന് താഴെ ടാക്സ് അടയ്ക്കുന്നവർ, 20-ാം തീയതി 2 ലക്ഷത്തിന് താഴെ ടാക്സ് അടയ്ക്കുന്നവർ തങ്ങളുടെ വെബ്സൈറ്റിലൂടെ ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് വിൽപ്രതി അടച്ചുകൊണ്ടിരിക്കും. ഓടിയത് എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അങ്ങനെ പിറകെ ഓടിയത് എന്നെ ഭക്ഷിക്കാനാണ്. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള എന്റെ ഓട്ടത്തിൽ എന്നെ തോൽപ്പിക്കാൻ സിംഹനെ നിനക്ക് കഴിയില്ല എന്ന് മുയൽ പറഞ്ഞതുപോലെ കേരളത്തിലെ വ്യാപാരി വാടകയും കൊടുക്കണം, അതിന് ഡെപ്പോസിറ്റ് കൊടുക്കണം. ഇത് വളരെ സ്ഫോടനാത്മകമായ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാവും എന്ന് കണ്ടുകൊണ്ടാണ് ആ ബില്ല് എതിർക്കുന്നതിനെ ഏകോപന സമിതി തടസ്സപ്പെട്ടു. 2, 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ ആണ് കെട്ടിട ഉടമയെങ്കിൽ കൊടുക്കുന്നത്. കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാൻ വേണ്ടി പോലെയാണ് ഇതല്ല. ഈ വെണ്ടി പോലും വെണ്ടിയിൽ പോലും ആർക്കും സാധാരണ വാർത്ത ഇങ്ങനെ ആൾക്കാരെല്ലാം അറിഞ്ഞിട്ടില്ല. എല്ലാ വസ്തുക്കളും വിളിച്ചു വയ്ക്കുന്നു. ഞങ്ങൾ വിചാരിച്ച പോലെ കാര്യം ഇപ്പം മനസ്സിലായി. ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങളുടെ ശക്തി, ആ ശക്തി വീട്ടിൽ കയറി ചെന്ന് 2 മണിക്കൂർ സർക്കാർ കൂട്ടി പോകാൻ പറ്റുന്ന ചായ കുടിക്കാനുള്ള വസ്ത്രം എന്ന് ചോദിക്കുന്ന വേണ്ടമായിരുന്നു. അതുപോലെ ഞാനും വിളിച്ച് ചായ കുടിച്ചിട്ടല്ലേ വരുന്നത്. ഞങ്ങളെ തലയിൽ ഭക്ഷണം എടുക്കണം എന്നിട്ട് ചോദിച്ചു ചായ കുടിച്ചിട്ടല്ലേ വരുന്നത്. ചായ കുടിച്ചിട്ടല്ല വരുന്നതെന്ന് തെളിയിക്കാൻ വേണ്ടി പോകുന്നത്. വ്യക്തമായി പറയാൻ ഞങ്ങൾ തൃശ്ശൂരിൽ വന്ന് യോഗത്തിന് നിർദ്ദേശമുണ്ട്. കേരളത്തിന് നടുവായിട്ട് ശത്രുവാണ്. എടുത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്ന് തന്നെ തീരുമാനിക്കാൻ ചെയ്യാൻ പോകുന്നു. എടുത്തോട്ട് പോകണോ വലത്തോട്ട് പോകണമെങ്കിൽ ഒരു കാലത്ത് 35 കൊല്ലം മുമ്പ് നമ്മുടെ അടുത്തോട്ട് പോയില്ല. വലത്തുകാരേക്ക് പഠിപ്പിക്കണമെന്ന് വിചാരിച്ചപ്പോൾ തൃശ്ശൂരിന്റെ പള്ളികളിൽ പോയില്ല. പറഞ്ഞ് തൃശ്ശൂരിന്റെ സമരം തെറ്റായി ഇല്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. അങ്ങനെയാണ് ഒപ്പിട്ടത്. വെച്ചാൽ 56 വയസ്സ് വരെ അവർ പോറ്റിക്കൊള്ളണം. നിങ്ങൾ തൊഴിലാളിയെ വെച്ചാൽ 56 വയസ്സ് വരെ അവരെ പോറ്റിക്കൊള്ളണം. പക്ഷേ കച്ചവടക്കാരന് ഒരു പീടി കൊടുത്താൽ 1 കൊല്ലം കഴിഞ്ഞാൽ പൊടിയും തട്ടിപ്പോണം. റോഡ് വികസനത്തിന് പീഡിയ വിളിച്ചാൽ ഭൂമിയുള്ളവന് പൈസ ഉണ്ട്. റോഡും നോക്കി 10-40 കൊല്ലം ഇരുന്നവന് ഒരു നയ പൈസ നൽകൂല. പീഡിയയിലുള്ള പണിക്കാരനാണെങ്കിൽ നമ്മളെ അവന് ബോണസും ഗ്രാറ്റുവിറ്റിയും പ്രോഡക്റ്റും അടക്കം കൊടുക്കണം.